വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നൊരു ഭാഗം, ഒരു വാചകം സൂറത്തു മാഇദയിലെ 90-ാമത്തെ ആയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും ബലിക്കല്ലുകളും ഭാഗ്യപരീക്ഷണത്തിൻ്റെ അമ്പുകളുമെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, അത് പൈശാചികതയിൽപ്പെട്ടതാണ്, പിശാചിൻ്റെ വൃത്തികേടുകളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു, നിങ്ങളതിനെ ഉപേക്ഷിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മഹത്തായ കലാമിൽ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് വഹയായി മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ പ്രവാചകന് കൈമാറിയ ലോകാവസാനം നിലനിൽക്കുന്ന മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികമായ വരികളിലൂടെ മാനവ സമൂഹത്തെ, വിശ്വാസി സമൂഹത്തെ വളരെ കൃത്യമായി പഠിപ്പിച്ച ഒരു വലിയ തിന്മയാണ്. ചില ആളുകളൊക്കെ അങ്ങനെയാണ്. അവർക്ക് നമസ്കാരമുണ്ട്, അവർക്ക് ആരാധനയുണ്ട്, അവർ ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുന്നു, അവർ മതത്തെ സ്നേഹിക്കുന്നു, മതത്തിൻ്റെ ആളാകാൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആരുമറിയാതെ രഹസ്യമായി ലഹരി എന്ന തിന്മ അയാൾ കൊണ്ട് നടക്കുകയാണ്. അള്ളാഹുവിൻ്റെ കലാം അതിശക്തമായി നിരോധിച്ച ഒരു തിന്മയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.